ഇന്റർനെറ്റിൽ വൈറലായി മാറുന്ന ഇന്ത്യയിലെ കറുത്ത കടുവകളെക്കുറിച്ചാണ് പറയുന്നത്. ഈ നിറവുമായി ബന്ധപ്പെട്ട ജനിതക വ്യതിയാനം സംഭവിച്ച ബംഗാൾ കടുവകളെയാണ് ഈ കറുത്ത കടുവകൾ എന്ന് വിളിക്കുന്നത്. ഒഡീഷയിലെ സിമിലിപ്പാൽ എന്നൊരു ടൈഗർ റിസർവ് കേന്ദ്രമുണ്ട്. അവിടുത്തെ ക്യാമറ കെണിയിലാണ് ഈ കടുവകൾ കുടുങ്ങിയത്. IFS ഓഫീസറായ പർവീൻ കൗസാൻ അദ്ദേഹമാണ് ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. പുതിയ അറിവ് പകർന്നതിന് നന്ദി എന്നാണ് ചിത്രങ്ങൾക്ക് താഴെ മൃഗസ്നേഹികളൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത്. അനഘ പ്രകാശുണ്ട്. അനഘ, ഇത് കണ്ടു കഴിഞ്ഞാൽ വല്ല പെയിന്റ് അടിച്ച പോലെയുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നതാണ്? ദിവീഷ്, എന്തായാലും സോഷ്യൽ മീഡിയയിൽ അടുത്തിടെയുള്ള താരം കറുത്ത കടുവ തന്നെയാണ്. നമ്മൾ കരിമ്പുലിയെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കറുത്ത ചേര, കറുത്ത കരിമൂഖനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായും ഉള്ളതാണ്. പക്ഷേ കടുവ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കടുവ എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു രൂപമുണ്ട്. അതായത് ഒരു മഞ്ഞ ഓറഞ്ച് നിറത്തിൽ കറുത്ത വരകളുള്ളതാണ് കടുവയുടെ രൂപം. പക്ഷെ പൂർണ്ണമായും കരിമ്പുലിയോ അല്ലെങ്കിൽ പാമ്പ് പോലെയൊന്നും പൂർണ്ണമായി കറുത്ത നിറമുള്ളൊരു കടുവ ഇല്ല. ഇതുവരെ അത്തരത്തിലൊരു കടുവയെ കണ്ടെത്തിയിട്ടില്ല. പക്ഷെ ഇത്തരത്തിൽ ഭാഗികമായി സാധാരണയിൽ കവിഞ്ഞ് കറുത്ത നിറം തൊലിയിലുള്ള കടുവകൾ, അല്ലെങ്കിൽ വളരെ റെയറാണ് അത്തരത്തിലുള്ള കടുവകൾ. അതാണ് ഇപ്പോൾ താരമായിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത ഉള്ളതെന്നാൽ, നമ്മുടെ ശരീരത്തിന് കറുത്ത നിറം നൽകുന്നത് മെലാനിനാണ്. അത് മനുഷ്യരിലും മൃഗങ്ങളിലും ഒക്കെ ഇതേ പ്രക്രിയയാണ്. പല പ്രക്രിയയാണെങ്കിലും മെലാനിനാണ് നമ്മുടെ ശരീരത്തിൽ കറുത്ത നിറം നൽകുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ട്രൂലി മെലാനിൻ എന്ന് പറയും, രണ്ട് എന്ന് പറഞ്ഞാൽ സ്യൂഡോ മെലാനിൻ എന്നും പറയും. ട്രൂലി മെലാനിനിൽ ഈ മെലാനിൻ്റെ അതിപ്രസരം മൂലം സ്കിൻ ആകമാനം കറുത്ത നിറം തന്നെ ആയിരിക്കും. പക്ഷേ സ്യൂഡോ മെലാനിൻ എന്ന് പറഞ്ഞത് അതാണ് ഇത്തരത്തിലുള്ള കറുത്ത കടുവയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അതിന് കറുത്ത നിറം നൽകുന്ന ആ കറുത്ത വരയുള്ള ഭാഗത്തെ അതാണ് മെലാനിനാണ് ആ ഭാഗത്ത് കറുത്ത നിറം നൽകുന്നത്. ഇത് കൂടുതലായിരിക്കും. അതായത് ഈ ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള തൊലിനെയും കവച്ച് വെച്ചുകൊണ്ട് ആ ഭാഗം മുഴുവൻ സാധാരണയിൽ കവിഞ്ഞ് കറുത്ത നിറമായി മാറുകയാണ്. അങ്ങനെയാണ് നമുക്ക് ഈ ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറം അവിടെ കാണാൻ സാധിക്കില്ല. പുറമേ നോക്കുമ്പോൾ വലിയൊരു ഭാഗം കറുത്ത നിറവും മറ്റു ഭാഗം ഈ മഞ്ഞ നിറത്തിലും കാണാൻ സാധിക്കും. ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു കടുവ വിഭാഗമാണ്. മാത്രവുമല്ല, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരേ ഒരു ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് ഒഡീഷയിലെ ഒരു ടൈഗർ റിസർവ് കേന്ദ്രത്തിലാണ്. അതായത് അവിടെ 16 കടുവകളാണ് ആകെ ഉള്ളത്. അതിൽ 10 എണ്ണവും ഇത്തരത്തിലുള്ള കറുത്ത കടുവകളാണ്. അപ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം പ്രത്യേകതയുണ്ട് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബംഗാൾ കടുവകളുടെ ജനിതക വ്യത്യാസം മൂലമാണ് ഇത്തരത്തിൽ കറുത്ത കടുവകൾ ഉണ്ടാകുന്നത്. എന്തായാലും ശാസ്ത്രലോകവും ഒക്കെ വളരെ കൗതുകത്തോടെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മറ്റ് ലോകത്ത് ഒരു ഭാഗത്തും കറുത്ത കടുവയെ കണ്ടെത്തിയിട്ടില്ല. നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ്, ഒഡീഷയിലെ ടൈഗർ റിസർവ് കേന്ദ്രത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വളരെ പ്രത്യേകതയുള്ള കറുത്ത കടുവകളെ കാണാൻ സാധിച്ചിട്ടുള്ളത്.